നമസ്കാരം, ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ 70ഓളം കുട്ടികൾ മരിച്ചത് ജപ്പാൻ ജ്വരം കാരണമാണെന്നും ഓക്സിജൻ കിട്ടാത്തതുകൊണ്ടല്ലെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സംഭവത്തെപ്പറ്റി അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തിന് രൂപം നൽകി. പ്രധാനമന്ത്രി ആശങ്ക അറിയിച്ചതായും യോഗി ആദിത്യനാഥ് അറിയിച്ചു. അതിനിടെ ആശുപത്രിക്ക് ആവശ്യമായ ഫണ്ട് നൽകാൻ സർക്കാർ തയ്യാറാകാത്തതാണ് ദുരന്തത്തിന് കാരണമെന്ന് രാജിവെച്ച ആശുപത്രി മേധാവി പറഞ്ഞു. രാജ്യമനസാക്ഷിയെ നടുക്കി കുട്ടികളുടെ മരണം തുടരുമ്പോഴും മരണകാരണം സംബന്ധിച്ച ഡോക്ടർമാരുടെ കണ്ടെത്തൽ UP സർക്കാർ അംഗീകരിക്കുന്നില്ല. ഓക്സിജൻ ലഭിക്കാത്തതാണ് മരണകാരണമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ വ്യാജമാണെന്ന് ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. പ്രതിഷേധങ്ങൾക്കിടെ ഇന്ന് ഉച്ചയ്ക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയ്ക്കൊപ്പമാണ് ആദിത്യനാഥ് ഗോരഖ്പൂരിലെ ആശുപത്രിയിലെത്തിയത്. ആശുപത്രി സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് വികാരാധീനനായാണ് ആദിത്യനാഥ് സംസാരിച്ചത്. തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും മരണകാരണം ജപ്പാൻ ജ്വരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉത്തർപ്രദേശിൽ എത്രയോ കുട്ടികൾ മരിച്ചു വീഴുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ട തനിക്ക് കുട്ടികളോടുള്ള ഉത്തരവാദിത്തം വലുതാണ്. സംഭവത്തിൽ ആശങ്ക അറിയിച്ച പ്രധാനമന്ത്രി സംസ്ഥാന സർക്കാരിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചതായും ആദിത്യനാഥ് കൂട്ടിച്ചേർത്തു. അതേസമയം കേന്ദ്രം വ്യത്യസ്തമായ അന്വേഷണം നടത്തില്ലെന്നും സംസ്ഥാന സർക്കാർ തന്നെ നടപടികൾ സ്വീകരിക്കാൻ പര്യാപ്തമാണെന്നും ആരോഗ്യമന്ത്രി JP നദ്ദ പറഞ്ഞു. അതിനിടെ ഓക്സിജൻ ലഭിക്കാതിരുന്നതാണ് കൂട്ടമരണത്തിന് കാരണമായതെന്ന് ആശുപത്രിയിലുണ്ടായിരുന്ന ദൃക്സാക്ഷികൾ വ്യക്തമാക്കി. എന്നാൽ ആശുപത്രിക്ക് ഫണ്ട് നൽകുന്നതിൽ സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തിയതാണ് ദുരന്തത്തിന് കാരണമെന്നാണ് രാജിവെച്ച മേധാവി രാജീവ് മിശ്രയുടെ വെളിപ്പെടുത്തൽ. ആശുപത്രി അധികൃതർക്ക് മേൽ ഉത്തരവാദിത്തം കെട്ടിവെച്ച് മുഖം രക്ഷിക്കാൻ സർക്കാരിനെ അനുവദിക്കരുതെന്ന് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പ്രതികരിച്ചു. റിപ്പോർട്ടർ, ദില്ലി. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം പാർലമെന്റ് അംഗം PK ശ്രീമതി ടീച്ചർ, മുൻ ആരോഗ്യമന്ത്രി KVS ഹരിദാസ്, ഡോക്ടർ സന്തോഷ് കുമാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡെപ്യൂട്ടി സൂപ്രണ്ട്, ടോം വടക്കൻ ACC സെക്രട്ടറി, ഡോക്ടർ നാരായണൻ IMA എറണാകുളം ജില്ലാ പ്രസിഡന്റ് എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലുമുള്ളത്. ആദ്യം ശ്രീമതി PK ശ്രീമതി, ഓക്സിജൻ കട്ടല്ല കാരണം, ഇത് ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്ന രോഗമാണ്. കിഴക്കൻ UPയിലെ 3000 പേർ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ മരിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾ ഓക്സിജൻ കട്ടാണ് എന്ന് തെറ്റായി പ്രചരിപ്പിക്കുകയാണ് എന്നാണ് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നത്. ഇതൊരു സ്വാഭാവിക മരണമായി കാണാമോ? യോഗി ആദിത്യനാഥിന്റെ പ്രതികരണം വളരെ വൈകിപ്പോയി. കാരണം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ രോഗം എന്താണെന്ന് തിരിച്ചറിയാൻ പോലും സാധിച്ചിട്ടില്ല എന്ന ഒരു മീനിങ് കൂടി യോഗി ആദിത്യനാഥിന്റെ പ്രതികരണത്തിലുണ്ട്. യഥാർത്ഥത്തിൽ ജപ്പാനീസ് എൻസെഫലൈറ്റിസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ആദ്യം തന്നെ ഡോക്ടർമാർക്ക് അറിയാൻ കഴിയണം. അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രതിവിധിയുണ്ട്. ഇത് ഓക്സിജൻ കിട്ടാത്തതാണ് കാരണം എന്ന് അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ടും അതുപോലെ മറ്റു ഡോക്ടർമാരും പറയുന്നു എന്നിരിക്കെ ഈ രൂപത്തിൽ ഇന്ത്യയിലെ നമ്മുടെ രാജ്യത്തിന് നാണക്കേടുണ്ടാക്കിയിട്ടുള്ള ഈ സംഭവം 1071 കുഞ്ഞുങ്ങൾ ഇങ്ങനെ പിടഞ്ഞ് പ്രാണവായു കിട്ടാതെ മരിച്ചു വീഴുന്നത് വരെ ഒരു പ്രതികരണത്തിന് നമ്മൾ കാത്തു നിൽക്കേണ്ടി വന്നു എന്ന് പറയുന്നത് ഈ രാജ്യത്തിനുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നാണക്കേടാണ്. ദയവായി തുടരുക. ശ്രീ KVS ഹരിദാസ്, ഇത് ആദ്യത്തെ സംഭവമല്ല, ഇത് അവസാനത്തേതുമായിരിക്കില്ല എന്നല്ലേ യഥാർത്ഥത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? നോക്കൂ, 9-ാം തീയതി ബുധനാഴ്ച 9 മരണമുണ്ടാകുന്നു. 23 വ്യാഴാഴ്ച 23 മരണമുണ്ടാകുന്നു. എല്ലാം നവജാത ശിശുക്കളുടെ. ഈ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ആണ് എങ്കിൽ അതിന് ഈ പറയുന്ന നവജാത ശിശുക്കളെ അല്ല അത് പിടിച്ചുകൊണ്ടുപോവുക, അവരുടെ നിന്നും ഉയർന്ന 5 വയസ്സിനും ഏതാണ്ട് 13 വയസ്സിനും ഇടയിലുള്ളവരെയാണ്. അപ്പോൾ എന്താണ് കാരണം എന്ന് കണ്ടെത്താൻ പോലും സമ്മതിക്കാത്ത ഒരവസ്ഥയിലേക്കാണ് സംസ്ഥാന മുഖ്യമന്ത്രി പോകുന്നത് എന്നുള്ളതല്ലേ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂട്ടുന്നത്? നികേഷ്, ഇത് ശ്രീമതി ടീച്ചറിൻ്റെ അഭിപ്രായത്തോട് ഞാൻ പിന്നീട് പ്രതികരിക്കാം. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ഈ കിഴക്കൻ UPയിലെ ഈ മേഖലകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അസുഖം വളരെ കാലമായിട്ടുണ്ട്. 2011 മുതൽ അവിടെ ഈ അസുഖം കൊണ്ട് മരിച്ചവരുടെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ഏതാണ്ട് 3000-ലേറെയുണ്ട്. ഇപ്പോൾ നികേഷ് എന്നെ സൂചിപ്പിച്ചു. അതിന് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ
ദൗർഭാഗ്യവശാൽ ഗൗരവത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രശ്നം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ യോഗി ആദിത്യനാഥാണ് മണ്ഡലത്തെ ലോകസഭയിൽ പ്രതിനിധീകരിച്ചിരുന്നത് എന്ന കാരണം കൊണ്ട് ഇതിന് മുഴുവൻ ഉത്തരവാദി ആ മുഖ്യമന്ത്രിയാണ് എന്ന മട്ടിലുള്ള ഒരു വലിയ പ്രചാരണം നടന്നിട്ടുണ്ട്. അങ്ങനെയല്ല ശ്രീ KVS ഹരിദാസ്, ഒരു മുഖ്യമന്ത്രിയും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏൽക്കേണ്ട അക്കാര്യത്തിൽ ആർക്കും സംശയമുണ്ടെന്ന് തോന്നുന്നില്ല. നോക്കൂ, ഇവിടെ ഉണ്ടാകുന്ന വിഷയം എന്താണെന്ന് നോക്കണം. ഓഗസ്റ്റ് 10-ന് 7:30 ആകുമ്പോൾ ലിക്വിഡ് ഓക്സിജൻ തീരുന്നു. ഓഗസ്റ്റ് 11-ന് 1:30 വരെ ഓക്സിജൻ കിട്ടാതെ ആ ആശുപത്രി മുഴുവനായി ഓടി. അതായത് 800 ബെഡുള്ള ആശുപത്രി ഏതാണ്ട് ഒരു ദിവസം മുഴുവൻ ഓക്സിജൻ കിട്ടാതെ ഓടുന്നു. അങ്ങനെയാണ്, അതായത് ഓഗസ്റ്റ് 10-ന് 11:30 മുതൽ 1:30 വരെ ഒരു ഓക്സിജൻ്റെ ഒരു അംശം പോലും ഇല്ലാതെ ആ ആശുപത്രി ഓടുമ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബുധനാഴ്ച 9 മരണവും വ്യാഴാഴ്ച 23 മരണവും ഉണ്ടാകുന്നത്. ഇതെങ്ങനെയാണ് ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥ എന്നുള്ളതാണ്. നിരവധി തവണ ഈ ആശുപത്രി അധികൃതർ ഓക്സിജന്റെ പണം അടച്ചിട്ടില്ല, അത് അടച്ചില്ല എങ്കിൽ ഓക്സിജൻ കട്ടുണ്ടാകും എന്ന് നിരന്തരം സർക്കാരിനെ രേഖാമൂലം അറിയിക്കുന്നു. സർക്കാരിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ, സീനിയർ ഉദ്യോഗസ്ഥന്മാർ എന്നാണ് പറയുന്നത്, ആർക്കൊക്കെ അതിൻ്റെ പങ്കുണ്ട് എന്നറിയില്ല, ഈ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന ഗ്രൂപ്പിന് തൽക്കാലം പണം കൊടുക്കേണ്ടതില്ല എന്നിവരെ അറിയിച്ചു എന്നാണ് പറയുന്നത്. നമുക്കറിയാം എല്ലാ മേഖലകളിലും ഉണ്ട് അഴിമതി, ഇത്തരം കട്ട് ഓഫുകൾ. പക്ഷേ ഇവിടെ ഓക്സിജന്റെ കാര്യത്തിലും പണം വാങ്ങുന്ന ആശുപത്രികളും ഓക്സിജന്റെ കാര്യത്തിൽ തന്നെ പണം പിടുങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഭരണമേലധികാരികളും ഉണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തിന് വ്യാപ്തി കൂട്ടുന്നത്, ആഴം കൂട്ടുന്നത്. നികേഷേ, ഞാൻ നികേഷ് പറഞ്ഞ ഈ ഓക്സിജൻ വിഷയത്തില് ഈ ആദിത്യനാഥിന്റെ അഭിപ്രായം കോട്ട് ചെയ്തുകൊണ്ട് ANAയുടെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. എന്താ അത്? ഓഗസ്റ്റ് 1-നാണ് പൈസ കൊടുത്തില്ലെങ്കിൽ സപ്ലൈ നിർത്തും എന്ന് പറഞ്ഞിട്ട് ഈ ഏജൻസി കത്ത് കൊടുക്കുന്നത്. ഓഗസ്റ്റ് 4-ന് പ്രിൻസിപ്പലിന്റെ കത്ത് ഡയറക്ടർ ജനറൽ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന് പോയിട്ടുണ്ട്. ഓഗസ്റ്റ് 5-ന് ആ പണം സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 5-ന് ലക്നൌവിൽ നിന്ന് ഗവൺമെന്റ് അത് സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറൊന്നുകൂടി, മറ്റേ അവിടുത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി സിദ്ധാർത്ഥ് നാഥ് സിംഗ് എന്ന് പറയുന്നത് നികേഷിന് അറിയുമെന്ന് അറിയില്ല, ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ചെറുമകനാണ്, അലഹബാദിൽ നിന്നുള്ള MLA. അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം നമ്മൾ കേട്ടു. ശരി KVS ഹരിദാസ്, അതിന്റെ വിശദാംശങ്ങൾ അങ്ങനെ പറയുമ്പോൾ ഈ പ്രിൻസിപ്പൽ പറയുന്നത് 3 തവണ കത്തയച്ചിട്ടുണ്ട്. 3 ജൂലൈ 3-ാം തീയതി, 19-ാം തീയതി, ജൂലൈ 19-ാം തീയതി, 1-ാം തീയതി ഓഗസ്റ്റ് വീഡിയോ കോൺഫറൻസിലും ഈ ഇഷ്യൂ റേസ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ദയവായി തുടരുക. അതാണ് ശ്രീ ടോം വടക്കൻ, സിദ്ധാർത്ഥ് നാഥ് സിംഗ് ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ ചെറുമകനാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർ പറയും ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ ധാർമ്മികത കാണിക്കാത്ത ആളെ എങ്ങനെ ചെറുമകൻ എന്ന് വിളിക്കും എന്ന്. പക്ഷേ ഇവിടെ ഒരു ആശുപത്രിയുടെ പിഴവ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ കഴിവുകേട് എന്നതിനപ്പുറത്തേക്ക് ഒരു ഗവൺമെന്റിനെ എങ്ങനെ ബ്ലെയിം ചെയ്യാൻ പറ്റും? ടോം, നിങ്ങളുടെ ഫോൺ ഡിസ്കണക്ട് ആയ കാരണം ക്വസ്റ്റ്യൻ ഞാൻ മുഴുവൻ കേട്ടില്ല. ഒരു ആശുപത്രിയുടെ പിഴവ് എന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥക്കാരുടെ പിടിപ്പുകേട് എന്നുള്ളതല്ലാതെ എങ്ങനെയാണ് ഒരു ഗവൺമെന്റിനെ, യോഗി ആദിത്യനാഥിനെയും സിദ്ധാർത്ഥ് നാഥ് സിംഗിനെയും എങ്ങനെയാണ് നിങ്ങൾ കുറ്റപ്പെടുത്തുക? നികേഷ്, ഇപ്പൊ നാഷണൽ ചാനലുകൾ ചിലതും ഇപ്പോ കാണിക്കുന്നത് ആ ലിക്വിഡ് ഓക്സിജൻ ഇപ്പോ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ ലോഡിങ് നടന്നിരിക്കുന്നത്. ഇതുവരെ അതിന്റെ മീറ്റർ കാണിച്ചിരുന്നത് അതിൽ ഓക്സിജൻ ഇല്ല. ഇപ്പൊ ട്രക്ക് കൊണ്ട് വന്ന് അവിടെ കണക്ട് ചെയ്യാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം ഇത് മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ട് ഒരു ഭാഗം, പക്ഷെ ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ലാക്സ് ആണ്. നിങ്ങളുടെ സപ്ലയർ ഒരു സപ്ലയർ ഉണ്ടാവില്ല, ഓക്സിജൻ സപ്ലയർ, അവരുടെ ബില്ല് ഇവര് ഇതുവരെ ഹോൾഡ് ചെയ്യേക്കായിരുന്നു. അവര് നോട്ടീസ് അയച്ചിട്ടുണ്ട് CMOനും ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റിനും എല്ലാവരും. പേയ്മെന്റ് വന്നിട്ടില്ല. പേയ്മെന്റിനുള്ള നെഗോഷിയേഷൻ നടക്കായിരുന്നു, കമ്മീഷൻ. ഇതൊക്കെ ഒരു ഭാഗം, അത് കിടക്കട്ടെ. ലിക്വിഡ് ഓക്സിജൻ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാതെ അഡ്മിനിസ്ട്രേഷനെ ഫോൾട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരെയെ ഫോൾട്ട് ചെയ്യുക? അത് കഴിഞ്ഞ് വേറൊരു എവിഡൻസ് ഞാൻ പറയട്ടെ. അവിടെ കണ്ടമാനം റെയ്ഡുകൾ നടക്കുന്നുണ്ട്. ആരെയാ റെയ്ഡ് ചെയ്യുന്ന? ഓക്സിജൻ സപ്ലയേഴ്സിനെ. ഇതിന്റെ ആവശ്യം എന്താണ്?
മെഡിക്കൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് അതിലേക്ക് വരാം ഡോക്ടർ സന്തോഷ് കുമാർ നമ്മോടൊപ്പം, അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഡെപ്യൂട്ടി സൂപ്രണ്ട്. താങ്കൾ ഒരു മെഡിക്കൽ കോളേജിന്റെ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്ന ആളാണല്ലോ. ഇവിടെ നോക്കൂ, പുഷ്പ സെയിൽസ് എന്ന് പറയുന്ന ഗോരഖ്പൂരിലെ ഒരു ഓക്സിജൻ വിതരണ സ്ഥാപനമാണ് ആശുപത്രിക്ക് BRD സർക്കാർ മെഡിക്കൽ കോളേജിന് ഓക്സിജൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ അവർ നിർത്തുകയാണ്. അതായത് ഈ ആശുപത്രി 800 ബെഡുള്ള ആശുപത്രിയാണ്. 800 ബെഡുള്ള ആശുപത്രിയിൽ നവജാത ശിശു വിഭാഗത്തിലേതടക്കം എല്ലാ ഓക്സിജനും ഇവരാണ് വിതരണം ചെയ്യുന്നത്. അവർക്ക് 78 ലക്ഷം രൂപ കുടിശ്ശികയുണ്ട് എന്ന് പറയുന്നു. ചിലർ പറയുന്നു 68 ലക്ഷം രൂപയാണ് കുടിശ്ശിക എന്ന്. 5-ാം തീയതി പേയ്മെൻറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട് എന്ന്. എന്നാൽ ഈ സിദ്ധാർത്ഥ് നാഥ് സിംഗ് എത്രയാണ് പേയ്മെൻറ്റ് റിലീസ് ചെയ്തതെന്ന് വ്യക്തമാക്കുന്നില്ല. ശരിയായിരിക്കും, ഒരു പേയ്മെൻറ്റ് ലാപ്സൊക്കെ ചിലപ്പോൾ ഉണ്ടായി എന്ന് വരും. അവിടെ ഓക്സിജൻ കട്ട് ചെയ്യുന്ന രീതിയിലേക്ക് പുഷ്പ സെയിൽസ് മാറുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? അങ്ങനെയാണോ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? ഏറ്റവും കുറഞ്ഞത് റിസർവിലെങ്കിലും കുറച്ച് കാര്യങ്ങൾ വേണ്ടേ? തീർച്ചയായിട്ടും നമ്മൾ അറിയുന്ന വിവരമനുസരിച്ച് പറഞ്ഞോളൂ, കേൾക്കാം. നമ്മൾ അറിയുന്ന വിവരമനുസരിച്ച് 10 ലക്ഷം കുടിശ്ശികയായി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അവർ കട്ട് ചെയ്യുന്നു എന്ന ഒരു കരാറാണ് അവർ ഒപ്പിട്ടിരിക്കുന്നത്. ഇതുപോലൊക്കെ തന്നെയാണ് ഇവിടെ മെഡിക്കൽ കോളേജിൽ 2 സോഴ്സിൽ നിന്നാണ് നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ എത്തിക്കുന്നത്. ഒന്ന് ലിക്വിഡ് ഓക്സിജന്റെ സപ്ലൈയും, അതുപോലെ തന്നെ അതിന് കൂടെ നമ്മുടെ സ്റ്റാൻഡ് ബൈ ആയിട്ട് സിലിണ്ടർ സപ്ലൈയും ഉണ്ടാവും. ഇപ്പോൾ 2 സപ്ലൈ ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഒന്ന് പോയാൽ മറ്റൊന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുന്നത്. അതിനോടൊപ്പം തന്നെ ലിക്വിഡ് ഓക്സിജന്റെ ഇതുപോലെയുള്ള സാങ്കേതിക പ്രശ്നങ്ങളും, ഇതുപോലെ തന്നെ അതിന് പണം കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കേണ്ട ഒരു പ്രശ്നങ്ങളും പലപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മളത് മറികടക്കുന്നത് മറ്റു രീതികളിലാണ്. കാരണം പലപ്പോഴും ഈ ബഡ്ജറ്റിനകത്ത് അനുവദിച്ച തുകയിൽ നിന്നൊക്കെ പലപ്പോഴും ഓക്സിജന്റെ ഡിമാൻഡ് കൂടാറുണ്ട്. കാരണം പുതിയ വാർഡ് തുടങ്ങിയാൽ, പുതിയ ICU തുടങ്ങിയാൽ, പുതിയ വെന്റിലേറ്ററുകൾ വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ എപ്പോഴും ഓക്സിജന്റെ ഡിമാൻഡ് പലപ്പോഴും കൂടും. അതുപോലെ തന്നെ രോഗികളുടെ ആധിക്യമുണ്ടെങ്കിലും കൂടും. അപ്പോൾ ഇതിന് ബഡ്ജറ്റിൽ ഉള്ള തുക കൊണ്ട് പലപ്പോഴും തികയാറില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ HDS ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റികൾക്ക് ഉള്ള ഫണ്ട്, അതുപോലെ തന്നെ മറ്റ് സ്കീമുകളിൽ നിന്നുള്ള ഫണ്ട്, ഇങ്ങനെ മറ്റ് പൊതുജനങ്ങളിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഫണ്ട്, ഇങ്ങനെ നിരവധി ഫണ്ടുകളിലെ ഒരു വിഭാഗം, ഒരു പാർട്ട് വാസ്തവത്തിൽ ഓക്സിജന്റെ സപ്ലൈ നിരന്തരം നിർത്തുവാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഇതിനപ്പുറത്തേക്കാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇരിക്കുന്നത്. ഏകദേശം 10 ലക്ഷം രൂപ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വാസ്തവത്തിൽ ആ കമ്പനിക്ക് ഉണ്ടെങ്കിലും 68 ലക്ഷം രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 6 മാസമെങ്കിലും ആയിരിക്കണം അവർക്ക് പൈസ കൊടുത്തിട്ട്. തീർച്ചയായും അതൊരു ഗുരുതരമായ പ്രശ്നമാണ്. അങ്ങനെ ഒരു അവസരങ്ങളിൽ തീർച്ചയായും ആ കമ്പനി ദയവായി തുടരുക. ശ്രീമതി ടീച്ചർ, പുഷ്പ സെയിൽസിന് പണം കൊടുക്കേണ്ട എന്ന് മേലധികാരികൾ ആശുപത്രി പ്രിൻസിപ്പലിനോട് പറഞ്ഞു എന്നാണ് ഒരു വാർത്ത. അതായത് കിക്ക് ബാക്ക് കിട്ടിയിട്ടുണ്ടാകില്ല, ആർക്കൊക്കെ കൊടുക്കേണ്ടി വരും, ഇതിന് സാങ്ഷൻ കൊടുക്കുന്ന ഏത് വിഭാഗത്തിൽ നിന്നാണ് ഓക്സിജൻ വാങ്ങേണ്ടത് എന്ന് സംബന്ധിച്ച് ഒരു ധാരണയുണ്ടാകുന്നത് പലപ്പോഴും ആരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കിക്ക് ബാക്ക് കിട്ടുക, ഏറ്റവും കൂടുതൽ കോഴ കിട്ടുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുമല്ലോ. ഇവിടെയും അതെ, അവിടെയും അതെ, എല്ലായിടത്തും ഇതാണ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ കിക്ക് ബാക്ക് കിട്ടാത്തപ്പോൾ ഇവരുടെ പേയ്മെൻറ്റ് തൽക്കാലം റിലീസ് ചെയ്യേണ്ട എന്ന് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു എന്നുള്ള അഴിമതി ഒരു പ്രധാനപ്പെട്ട കാരണമായിക്കൂടെ ഈ വലിയ കൂട്ടക്കൊലയ്ക്ക്? തീർച്ചയായും അഴിമതിയുടെ ദുർഗന്ധം ഇതിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇത് അഡ്മിനിസ്ട്രേഷൻ ലാപ്സ് മാത്രമായിട്ട് കാണുന്നത് ശരിയല്ല. ഇതിന്റെ ഒരു ഭാഗത്ത് കെടുകാര്യസ്ഥതയുണ്ട്. അതേ സമയത്ത് ഓക്സിജന്റെ പൈസ കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് കോടി രൂപ നാഷണൽ ഹെൽത്ത് മിഷനിൽ മാത്രം ലഭിക്കുന്ന ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ ആ സ്റ്റേറ്റിന് ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് കൊടുത്തില്ല എന്നല്ല ആശുപത്രി പറയുന്നത്. മറിച്ച് ഇപ്പൊ തൽക്കാലം ആ ഏജൻസിക്ക് കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ ഭരണം മാറിയ സന്ദർഭത്തിൽ യോഗി ആദിത്യനാഥ് അടക്കം ഉൾപ്പെടെ ഹെൽത്ത് മിനിസ്റ്റർ ഉൾപ്പെടെ തീരുമാനിക്കുകയാണ് തൽക്കാലം ഇപ്പൊ ആ പൈസ കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേറൊരു ഏജൻസിയെ ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ വന്നതിന് ശേഷം ആകാം വിതരണം എന്നോ പറയുന്ന ഭരണാധികാരികൾ എന്ന്
തീർച്ചയായിട്ടും നമ്മൾ അവരെ കാണേണ്ടിയിരിക്കുന്നു. അതാണ് അതിന്റെ ഇവര് ഒരു പ്രശ്നം, ശരിക്കും വളരെ പ്രധാനപ്പെട്ട കൊലപാതകമാണ്. പ്രശ്നവും അത് തന്നെയാണ്. ദയവായി തുടരുക. ഡോക്ടർ നാരായണൻ, IMAയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ്, അദ്ദേഹം പീഡിയാട്രീഷ്യൻ കൂടിയാണ്. ഡോക്ടർ നാരായണൻ, മരിച്ചവരിൽ ഏറെയും നവജാത ശിശുക്കളാണ്. ആദ്യം മരിച്ച 30 പേരിൽ 17 പേർ നവജാത ശിശുക്കളുടെ വാർഡിലാണ്, 5 പേർ ശ്വാസരോഗ പ്രശ്നവുമായിട്ടാണ് എന്നാണ്. എങ്ങനെയാണ് ഈ ജാപ്പനീസ് എൻസെഫലൈറ്റിസിനെ വിലയിരുത്തേണ്ടത്? ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ആർക്കാണ് ഉണ്ടാകുന്നത്? ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മസ്തിഷ്ക ജ്വരം, അത് സാധാരണ കുട്ടികളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. സാധാരണ അത് കണ്ടുവരുന്നത് 1 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. അത് കൊതുക് പരത്തുന്ന ഒരു രോഗമാണ് ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. കൊതുക് കടി ഏറ്റാൽ മാത്രമാണ് ഈ രോഗം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രോഗം കാണുന്നത് കുറച്ചുകൂടി വലിയ കുട്ടികളിലാണ്. അതായത് നവജാത ശിശുക്കളിൽ ഈ രോഗം കാണില്ല. കാരണം അവര് കൊതുക് കടി ഏൽക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഗ്രൂപ്പാണല്ലോ. അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആദ്യത്തെ ദിവസം ഉണ്ടായ മരണങ്ങളിൽ ഏകദേശം ആദ്യത്തെ 2 ദിവസങ്ങളിൽ ഉണ്ടായ 30 കുട്ടികളുടെ മരണത്തിൽ ഒരു 10-15 കുട്ടികൾ മരണപ്പെട്ടിരിക്കുന്നത് നവജാത ശിശുക്കളാണ്, ന്യൂബോൺ നഴ്സറിയിലുള്ള ആളുകളാണ്. അപ്പോൾ നവജാത ശിശുക്കളിൽ ഇങ്ങനെ ഒരു മരണം ഉണ്ടാവുന്നത് ജാപ്പനീസ് എൻസെഫലൈറ്റിസ് കാരണമാവാൻ സാധ്യത കുറവാണ്. സാധാരണ ഈ കുട്ടികളിൽ ഉണ്ടാവുന്ന പ്രധാന രോഗകാരണം ഒരുമിച്ച് ഒരുപാട് കുട്ടികൾ മരിക്കുന്നത് ഒന്നുകിൽ കാര്യമായിട്ടുള്ള വല്ല സെപ്റ്റിസീമിയ. ഡോക്ടർ നാരായണൻ, എന്തുകൊണ്ടാണ് കിഴക്കൻ ഉത്തർപ്രദേശിൽ ഇങ്ങനെ ജപ്പാൻ ജ്വരം പടർന്നു പിടിക്കുന്നത്? ഇപ്പോൾ ഗോരഖ്പൂരിനെ കുറിച്ച് പറയുന്നത് മസ്തിഷ്ക ജ്വരത്തിൻ്റെ തലസ്ഥാനം എന്നുള്ള നിലയിലാണ്. 2012 ശേഷം ഈ ആശുപത്രിയിൽ 3000 കുട്ടികൾ മരിച്ചിട്ടുണ്ട്. കിഴക്കൻ UP-യിൽ 30 വർഷത്തിനിടെ 1,00,000 പേർ മരിച്ചു എന്നാണ് കണക്ക്. 78 മുതൽ ഗോരഖ്പൂർ മസ്തിഷ്ക ജ്വരത്തിൻ്റെ പിടിയിലാണ് എന്നാണ് മുഖ്യമന്ത്രി തന്നെ പറയുന്നത്, ആദിത്യനാഥ് തന്നെ പറയുന്നത്. അവിടെ വ്യക്തിത്വ ശുദ്ധിയില്ലായ്മ, പരിസര ശുദ്ധിയില്ലായ്മ, പ്രത്യേകിച്ച് ആളുകൾ വെളിയിൽ പോകുന്നത്, അതായത് കക്കൂസ് ഉപയോഗിക്കാത്തത് തുടങ്ങിയ കാര്യങ്ങളാണ് അവിടുത്തെ ഈ മസ്തിഷ്ക ജ്വരത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെന്നാണ് യോഗി ആദിത്യനാഥ് വിശദീകരിക്കുന്നത്. അതൊക്കെ തന്നെയാണോ അതിൻ്റെ കാരണങ്ങൾ? ഒരു പ്രദേശത്ത് മാത്രമായി മസ്തിഷ്ക ജ്വരം പ്രധാന ആരോഗ്യ പ്രശ്നമായി കാണാറുണ്ടോ? ഇതില് ഈ ജാപ്പനീസ് എൻസെഫലൈറ്റിസിന്റെ കാര്യത്തില് സൗത്ത് ഏഷ്യ, ലോകത്ത് ഏറ്റവും കൂടുതൽ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ഉണ്ടാകുന്ന ഒരു മേഖലയാണ് സൗത്ത് ഏഷ്യ. ഈ സൗത്ത് ഏഷ്യയിൽ തന്നെ ഇന്ത്യയുടെ ഈ കിഴക്കൻ ഉത്തർപ്രദേശ് അടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇത് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രോഗം പരത്തുന്നത് കൊതുകുകളാണ്. ക്യൂലെക്സ് ഇനത്തിൽപ്പെട്ട കൊതുകുകളാണ് ജാപ്പനീസ് എൻസെഫലൈറ്റിസ് രോഗം പരത്തുന്നത്. ഇതിലൊരു പ്രത്യേകതയുള്ളത്, ഈ സാധാരണ പല രോഗങ്ങളും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ആണ് വരുന്നത്, കൊതുക് വഴി വരുന്നത്. ഈ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്ന രോഗം ഉണ്ടാക്കുന്ന വൈറസ് മനുഷ്യരിൽ മാത്രമല്ല മറ്റ് മൃഗങ്ങളിലും, ഉദാഹരണത്തിന് വയലുകളിലൊക്കെയുള്ള കൊക്ക് തുടങ്ങിയ പക്ഷികളിൽ പോലും ഈ ജാപ്പനീസ് എൻസെഫലൈറ്റിസിന്റെ വൈറസ് പകരും. അവരിൽ പകർന്നിട്ട് ആ വൈറസ് അവിടെ മൾട്ടിപ്ലൈ ചെയ്യുകയും പെരുകുകയും നമ്മളതിനെ പറയുന്ന റിസർവോയർ ആണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ മേഖലയിൽ വൈറസുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ വൈറസുകളുടെ എണ്ണം കൂടുകയും കൊതുകുകളുടെ എണ്ണം കൂടുമ്പോൾ ഈ വൈറസുകൾ അതാണ് കിഴക്കൻ UP-യുടെ പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ KVS, സാക്ഷി മഹാരാജ് അടക്കമുള്ള MP-മാർ പോലും പറയുന്നത് ഓക്സിജൻ നിഷേധിച്ച് നടത്തിയ കൂട്ടക്കൊലയാണിത് എന്നാണ്. നേരത്തെ പറഞ്ഞ എല്ലാ കാരണങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതൊരു കൂട്ടക്കൊലയായി മാത്രമല്ലേ കാണാൻ കഴിയൂ? നോക്കൂ, UP-യെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5-6 മാസമായി UP സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷം അവിടുത്തെ വികസന പ്രശ്നങ്ങളിലോ ആരോഗ്യ പ്രശ്നങ്ങളിലോ ആയിരുന്നില്ല ആദിത്യനാഥിൻ്റെ ശ്രദ്ധ. അവിടെ ആൻറ്റി റോമിയോ സ്ക്വാഡ് ആയാലും അയോധ്യ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുന്നതിലൊക്കെ ആയാലുമുള്ള ഇങ്ങനെയുള്ള വർഗീയ വികാരങ്ങൾ, തീവ്ര വികാരങ്ങൾ ഇളക്കി വിട്ടാൽ വോട്ട് കിട്ടും, ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതില്ല എന്നുള്ള യോഗി ആദിത്യനാഥിൻ്റെ തോന്നലും യോഗി ആദിത്യനാഥ് ആ നിലയിൽ പ്രവർത്തിച്ചതുകൊണ്ടുമായിരിക്കില്ലേ ഇങ്ങനെയുള്ള വലിയ കൂട്ടക്കൊലയും ദുരന്തവും UP-യിൽ ആവർത്തിക്കേണ്ടി വരുന്നത്? നികേഷ്, ഇതിൽ എനിക്കൊരു കുറച്ച് സമയം തരണം ഇതിനകത്ത്. ഇപ്പോൾ ഈ നമ്മുടെ ഡോക്ടർ നാരായണൻ പറഞ്ഞതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ്.
ഏത് മേഖലയിലാണ് ഈ പ്രശ്നമുള്ളത്, അത് എങ്ങനെയാണ് വരിക, ഇതൊക്കെ നമ്മുടെ കിഴക്കൻ UP-യിലെ സാഹചര്യങ്ങൾ എന്താണ്, ഇതൊക്കെ നമ്മുടെ മനസ്സിലെത്തിയിട്ടുണ്ട്. പിന്നെ 30 പേര് മരിച്ചതിൻ്റെ കാര്യം ആദ്യം പറഞ്ഞു. അതിൽ തന്നെ പറയുന്നത് 17 പേര് മരിച്ചത് ചിൽഡ്രൻസ് വാർഡിലാണ്, ന്യൂ ബോൺ ബേബീസാണ്. ഈ ന്യൂ ബോൺ ബേബീസിന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഞാൻ പറഞ്ഞു വരുന്നത് ഓക്സിജന്റെ പ്രശ്നം കൊണ്ടല്ല ഈ ന്യൂ ബോൺ ബേബീസ് മരിച്ചത് എന്നുള്ള കൺക്ലൂഷൻ അത് ഗൗരവത്തിൽ എടുക്കേണ്ടതാണ്. നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല. അതേ സമയത്ത് തന്നെ മറ്റ് ജനറൽ വാർഡിലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഡോക്ടർ നാരായൺ, ന്യൂ ബോൺ ബേബീസ്, അതായത് പ്രിമച്വർ ന്യൂ ബോൺ ബേബീസിന്റെ കാര്യത്തിൽ ഈ പറയുന്ന മരണം ന്യായീകരിക്കാവുന്നതാണോ? അതായത് ജപ്പാൻ ജ്വരം അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയാമോ? ജപ്പാൻ ജ്വരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജപ്പാൻ ജ്വരം ഉണ്ടാവുന്നത് 1 വയസ്സ് മുതൽ എന്ന് പറഞ്ഞാൽ 1 വയസ്സ് എന്ന് വെച്ചാൽ 12 മാസം മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ്. അത് കൊതുകടി ഏറ്റിട്ട് വരുന്ന ഒരു രോഗമാണ്. അല്ലല്ല, അക്കാര്യത്തിൽ ഇവിടെ നിന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടൊന്നും കാര്യമില്ല. ശ്രീ KVS ഹരിദാസ്, ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് അന്വേഷണത്തിന്റെ ഫലം വരട്ടെ, UP-യിലുള്ള ആരെയും ഞാൻ വിടാൻ പോകുന്നില്ല. നികേഷേ, ഞാൻ പ്രഥമ ദൃഷ്ടിയ കണ്ട ഒരു കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രം. അവിടെ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇതിനകത്ത് ആ കോളേജിനകത്ത് തന്നെ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ തന്നെ എന്തൊക്കെയോ തിരിമറികളും ഗൂഢാലോചനയൊക്കെ നടന്നിട്ടുണ്ടെന്ന് കരുതാനാണ് എനിക്ക് ആഗ്രഹം. എനിക്ക് തോന്നുന്നത് അങ്ങനെ, എൻ്റെ മനസ്സിനെ നിർബന്ധിക്കുന്നത് അങ്ങനെയാണ്. കാരണം ഇത് ഈ സമയത്ത് ഇത്തരം ഒരു ഇഷ്യൂ കെട്ടിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട്, കാരണം അവിടെ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മരണത്തിലൊന്നും നമുക്ക് ആർക്കും വിഷമം ഇല്ലാതെയില്ല. ഇത്തരം സംഭവങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതൊക്കെ സംഭവിച്ചാൽ അതിനൊരു മോറൽ റെസ്പോൺസിബിലിറ്റി ഗവൺമെന്റിനുണ്ട് താനും. അതും ഞാൻ നിഷേധിക്കുന്നില്ല. കാരണം പക്ഷെ ഗവൺമെന്റിന്റെ മോറൽ റെസ്പോൺസിബിലിറ്റി ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ ആരാണ് അതിന് ക്രൂഷ്യലായിട്ട് ആ പർട്ടിക്കുലർ പോയിന്റിൽ ആരാണ് ഉത്തരവാദി അത് കണ്ടെത്തണം. അവർക്കെതിരായിട്ട് ശക്തമായ നടപടി വേണം. ഇപ്പോൾ ഗ്യാസ് ഏജൻസിക്കാരന് എതിരായിട്ട് കേസ് എടുത്തിട്ടുണ്ട്, അവനെതിരായിട്ട് FIR ഇട്ടിട്ടുണ്ട്. ഈ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരുടെ നീക്കങ്ങൾ എനിക്ക് തോന്നുന്നു സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യേണ്ടതുണ്ട്. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ നടപടികൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒരു വാചകത്തെ പറഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാക്കാമായിരുന്നു. ഇങ്ങനെ വളഞ്ഞു പിടിക്കേണ്ട കാര്യമുണ്ടോ ശ്രീ KVS ഹരിദാസ്? അതായത് കോൺഗ്രസിന്റെ ഗൂഢാലോചന, സമാജ്വാദി പാർട്ടിയുടെ ഗൂഢാലോചന, BSPയുടെ ഗൂഢാലോചന എന്നൊന്നും പറഞ്ഞു കളയല്ലേ ദയവായി. എന്നൊന്നല്ല ഞാൻ പറഞ്ഞത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ എന്തെങ്കിലും താല്പര്യം അതിനകത്ത് ഉണ്ടാവാനാണ് സാധ്യത. ഞാൻ ഒരു കാര്യം മാത്രം നികേഷ് സൂചിപ്പിക്കാം. മറ്റൊരു വാർത്ത ഹരിദാസിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. ഓക്സിജൻ തീരുന്നു, NGO-കളുടെ ഇടപെടൽ അവിടെ ഉണ്ടാകുന്നു. പിന്നെ പ്രശ്നം ഒതുക്കി തീർക്കാൻ വേണ്ടി പോലീസ് വാർഡുകളിൽ ചെന്ന് അവിടെ ഭീതി പടർത്തി ബന്ധുക്കളെ നീക്കം ചെയ്യുന്നു. മരിച്ച ശേഷം ഈ ആശുപത്രി കോമ്പൗണ്ടിൽ നിന്ന് തന്നെ മൃതദേഹം എടുത്ത് പെട്ടെന്ന് ഓടിപ്പോയിക്കോളാൻ പറയുന്നു ഈ ബന്ധുക്കളോട്. ചിലരെ ഓട്ടോറിക്ഷ കയറ്റി പോലീസ് ആ ഓട്ടോറിക്ഷയിൽ അവരെ എസ്കോർട്ട് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി മേലിൽ ഈ പരിസരത്തേക്ക് കടന്നു പോകരുത് എന്ന് പറയുന്നു. ഇതാണ് ആദിത്യനാഥ് സർക്കാരിൻ്റെ മുഖമുദ്ര. ഇത് ജംഗിൾ രാജാണ് ശ്രീ KVS ഹരിദാസ്. എനിക്ക് തോന്നണില്ല അങ്ങനെയൊക്കെ നികേഷ് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. പ്രത്യേകിച്ച് ഇത്രയും രൂക്ഷമായ ഇത്രയും ബഹുജനങ്ങളുടെ മുഴുവൻ ശ്രദ്ധയിൽ വരുന്ന ഒരു കോളേജിനകത്ത്, ഒരു മെഡിക്കൽ കോളേജിൽ ഇതൊക്കെ ചെയ്യാൻ കഴിയുമോ ആർക്കെങ്കിലും? എനിക്ക് തോന്നണില്ല അങ്ങനെ. നമുക്കറിയാം 403 അംഗ UP നിയമസഭയില് 325 സീറ്റുകൾ നേടിയിട്ടാണ് യോഗി ആദിത്യനാഥ് സർക്കാർ അധികാരത്തിൽ വന്നത്. ആ സർക്കാരിനെ ഒരു 5 മാസത്തിനുള്ളിൽ ഈ നിലയിൽ പ്രതിച്ഛായാക്കാൻ വേണ്ടിയുള്ള ശ്രമം സ്വാഭാവികമായും ഉണ്ടാവുമല്ലോ പ്രതിപക്ഷ കക്ഷികളിൽ നിന്ന്. പ്രതിപക്ഷ കക്ഷികളുടെ സഹായം ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. പക്ഷെ ആശുപത്രിയിൽ തന്നെ അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നതായി ശ്രീ KVS ഹരിദാസ് കരുതുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇതിൽ കോൺസ്പിറസി തിയറി ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കട്ടെ. ഓപ്പോസിഷൻ പാർട്ടീസിന് ഇതിലൊരു റോളില്ല. തീർച്ചയായും ഇവർ കോൺസ്പിറസി തിയറി കണ്ടുപിടിക്കുന്നത് ഇവർക്ക് തന്നെ വിഷയം അറിയാതെയാണ്. ഇവിടെ ഒന്ന് ഓക്സിജൻ റിലീസിന്റെ കാര്യം വന്നു. പിന്നെ ഇവിടെ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർമാർ പറഞ്ഞത് ഈ വിഷയം 1 വയസ്സ് വരെ വിത്തിൻ 12 months. അപ്പൊ മോസ്കിറ്റോ ബൈറ്റ് അല്ല, വെന്റിലേറ്ററിൽ കിടക്കുന്ന കുട്ടികൾ
ICUവിൽ ഇരിക്കുന്ന കുട്ടികൾ ഓക്സിജൻ ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ ഓക്സിജൻ ഇവരുടെ സപ്ലയേഴ്സ് 3 സപ്ലയേഴ്സ് ഉണ്ടെന്നാ പറയുന്നത്. 8 കൊല്ലത്തെ കോൺട്രാക്ട് ഉണ്ട്. അപ്പോ പണം കൊടുത്തു എന്ന് പറയുന്നു ഒരു ഭാഗത്ത് പറയുന്നു പണം എത്തിയിട്ടില്ല. റെയ്ഡുകൾ നടക്കുന്നു. എന്ത് തരം കോൺസ്പിറസിയെ പറ്റി പറയുന്നേ? മുഖ്യമന്ത്രി വ്യക്തതയോടെ പറയുന്ന അവിടെ ഹൈജീൻ ഇല്ല. അവിടെ ഹൈജീൻ അവര് ബേസിക്കലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഗൗരക്ഷ, റോമിയോ. ഒരു മുഖ്യമന്ത്രി ആയാൽ ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. എന്ത് തന്നെ പറഞ്ഞാലും സമാജ്വാദി പാർട്ടി വാക്സിൻസ് ഒക്കെ അവിടെ ഏർപ്പെടുത്തിയിരുന്നു. ഈ തരം ഡെത്തുകളോ ഇത് ഇത്ര വിഷയം ആയിരുന്നില്ല. ഇന്ന് ഹെൽത്ത് മിനിസ്റ്റർ എന്താ പറയുന്നത്? ശാസ്ത്രിജിയുടെ ഗ്രാൻഡ് സൺ 27 ഡെയിലി ഡെത്ത്സ് ആണ് ഓഗസ്റ്റിൽ നോർമൽ അത്രേ. ഇവരോടൊക്കെ എന്ത് ഉത്തരം പറയാനാ? കോൺസ്പിറസി തിയറി എവിടെയാണ് വരുന്നത്? കോൺസ്പിറസി തിയറി എന്ന് പറയുന്നത് ഇത് ഔദ്യോഗിക രേഖകളാണ് സിദ്ധാർത്ഥ് നാഥ് സിംഗ് അവതരിപ്പിക്കുന്നത്. 2016 587 പേര് മരിച്ചു, 2015 668 പേർ മരിച്ചു, 2014 567 പേര് മരിച്ചു എന്ന് അവിടുത്തെ ആരോഗ്യമന്ത്രി പറയുമ്പോൾ, സംസ്ഥാന സർക്കാർ പറയുമ്പോൾ നമ്മളത് വിശ്വസിച്ചേ തീരൂ. കേരളത്തിൽ എനിക്ക് തോന്നുന്നത് PK ശ്രീമതി ടീച്ചർക്ക് അറിയാമായിരിക്കും, അത് 1000-ൽ 4-ഓ 6-ഓ ആണ് എൻ്റെ ഓർമ്മ ശരിയാണ് എങ്കിൽ. ഈ ഉത്തർപ്രദേശിൽ ഇതാണ് സ്ഥിതി. അതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് കുക്ക്ഡ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. ഈ തരം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് പബ്ലിക് ഡൊമൈനിൽ വരുന്ന കാര്യങ്ങളാണ്. ഷിമ ടീച്ചർ, കേരളത്തിലും സമാനമായ വിധത്തിൽ SUT-യിലാണെന്ന് തോന്നുന്നു, തിരുവനന്തപുരത്ത്. അതാണോ നേരത്തെ KVS ഹരിദാസ് പറയാൻ ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയില്ല. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറില്ലേ? ഇതിനെയൊക്കെ മെഡിക്കൽ നെഗ്ലിജൻസ് എന്നോ അല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്യുന്നവരുടെ വീഴ്ചയായിട്ടൊക്കെയാണ് നമ്മൾ വിലയിരുത്താറുള്ളത്. ഉത്തർപ്രദേശിൽ പോകുമ്പോൾ മാത്രം നമ്മൾ അതിന് രാഷ്ട്രീയം കാണും. കാരണം നമുക്ക് യോജിപ്പില്ലാത്തൊരു രാഷ്ട്രീയമാണ് അവിടെ എന്നുള്ളത് കൊണ്ട്. ഇതില് മെഡിക്കൽ നെഗ്ലിജൻസ് ചില സന്ദർഭത്തിൽ ഉണ്ടായേക്കാം. അത് ലോകത്തിൽ എവിടെയും ഉണ്ടായേക്കാം. അത് ഒരുപക്ഷെ ഡോക്ടറുടെ ഭാഗത്തുനിന്നാവാം, നഴ്സുമാരുടെ ഭാഗത്തുനിന്നാവാം, അല്ലെങ്കിൽ മെഡിസിൻ കൊടുത്തത് മാറിപ്പോകാം. അങ്ങനെ പല നെഗ്ലിജൻസും ഉണ്ടായേക്കാം എന്ന് പറയുന്നത് ഒരു വളരെ നേരിയൊരു ശതമാനം. അത് ഉണ്ടായാൽ തന്നെ മെഡിക്കൽ എത്തിക്സ് അനുസരിച്ച് വളരെ പെട്ടെന്ന് അത് എന്തുകൊണ്ടുണ്ടായി എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ പരിശോധന നടത്തി ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നികേഷ്, നിങ്ങൾ പറഞ്ഞ ഒരു നിരീക്ഷണം വളരെ ശരിയാണ്. 3 വർഷം ഇന്ത്യൻ പാർലമെന്റിനകത്ത്, ലോകസഭക്കകത്ത് ഇന്നത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പെരുമാറ്റവും അദ്ദേഹത്തിന്റെ ഓരോ വാക്കും പാർലമെന്റിലെ അംഗങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തികഞ്ഞ ഒരു വർഗീയവാദിയായിട്ടാണ് പാർലമെന്റിനകത്ത് അദ്ദേഹം അറിയപ്പെട്ടത്. അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയായി വന്നപ്പോഴും UP എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഏത് രീതിയിലേക്ക് മാറ്റണമെന്ന് മാത്രം ആലോചിച്ച് അതിനനുസരിച്ച് ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന്റെ ഭാഗമായി UP-യെ എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചുള്ള നല്ല ചിന്തയിലും ധാരണയിലും അതിന്റെ പ്രവൃത്തിയിലുമായിരുന്നു അദ്ദേഹം ഏർപ്പെട്ടത്. അദ്ദേഹം പ്രതികരണം ഹിന്ദു അജണ്ട മാത്രമാണ്. രാമക്ഷേത്രം ആദ്യമായി സന്ദർശിക്കുന്ന 15 വർഷത്തിനുള്ളിൽ ആദ്യമായി സന്ദർശിച്ച മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ്. കശാപ്പ് ശാലകൾ അനധികൃതമാണ് എന്ന് പറഞ്ഞ് വ്യാപകമായി നിരോധിച്ചു. ആൻറ്റി റോമിയോ സ്ക്വാഡ് ഒരു ദുരന്തമായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ കശ്മീരിൻ്റെ കാര്യത്തിൽ 350-യെ അജണ്ടയാക്കി കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു, 370 അജണ്ടയാക്കി കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു. രാമക്ഷേത്രം അതിന്മേൽ സുപ്രീം കോടതിയിൽ നിരന്തര വാദം കേൾക്കൽ വേഗത്തിലാക്കിക്കൊണ്ട് അതും അജണ്ടയാക്കി കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു. അതായത് പോപ്പുലർ സ്കീംസിലേക്ക് മാത്രമാണ് ഇനി മോദി നീങ്ങുക അടുത്ത 2 വർഷം എന്നുള്ള വാർത്ത ഇന്ന് പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ സൽഭരണം, സാധാരണഗതിയിലുള്ള ഭരണം ആവശ്യമില്ല, പകരം ഇത്തരത്തിലുള്ള ഉടായിപ്പ് ഏർപ്പാടുകൾ മതി എന്നുള്ളതാണ് നയം. പിന്നെ എങ്ങനെ നന്നാവും നമ്മൾ? നികേഷേ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ വലിയ പ്രവചനം നടത്താൻ ആളല്ല, രാഷ്ട്രീയ പ്രവചനത്തിനൊന്നും ഞാൻ ആളല്ല. പക്ഷെ ആദിത്യനാഥ് എന്ന് പറയുന്ന നേതാവുണ്ടല്ലോ, ഇപ്പോഴത്തെ BJP-യുടെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് നമുക്കൊക്കെ അറിയാം 40ഓളം വയസ്സായിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഫ്യൂച്ചർ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, അതിനൊക്കെ അപ്പുറത്താണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം 2024 ആകുമ്പോഴത്തേക്കും ദേശീയ രാഷ്ട്രീയത്തിന്റെ നെറുകയിലേക്ക് എത്താൻ സാധ്യതയുള്ള ഒരാളായിട്ട് എന്ത് കാരണത്താൽ ശ്രീ KVS ഹരിദാസ് എന്ത് കാണിച്ചിട്ടാണ് ഒരു രാഷ്ട്രീയ നേതാവായിട്ടൊക്കെ അദ്ദേഹത്തിന് ഉയർന്നു വരാൻ കഴിയുന്നത്? ഗോരഖ്പൂരിനെ 20 വർഷം പ്രതിനിധീകരിച്ച ആളാണ് ഗോരഖ്പൂരിലെ ഈ മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച് ഇപ്പോഴും ഇതേപോലെ പറയുന്നത്.
നോക്കൂ, അവിടെ 50,000 പേരാണ് ഈ കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ മരിച്ചത് എന്ന് പറയാൻ ലജ്ജ വേണം അവിടുത്തെ ഒരു ജനപ്രതിനിധിക്ക്. നികേഷേ സമ്മതിച്ചു. നികേഷ് അദ്ദേഹം അവിടുത്തെ ലോകസഭാംഗമായിരുന്നു. ഈ 20 വർഷക്കാലത്ത് BJP അല്ല അവിടെ ഭരിച്ചിരുന്ന അധിക കാലത്തും. അദ്ദേഹത്തിന്റെ ഇനിഷ്യേറ്റീവ് കൊണ്ടാണ് പല കാര്യങ്ങളും അവിടെ നടന്നിട്ടുള്ളത്. അദ്ദേഹം മുഖ്യമന്ത്രിയായ ഉടനെ തന്നെ ഈ ജപ്പാൻ എൻസെഫലൈറ്റിസിനെതിരായിട്ടുള്ള ശക്തമായ നീക്കങ്ങൾ നടക്കി. അതിനുള്ള ക്യാമ്പയിൻ തുടങ്ങി. AIMS അവിടെ കൊണ്ടുവന്നത് ബെൽറ്റിൽ കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ക്യാമ്പയിൻ നടത്തിയാൽ എങ്ങനെയാണ് രോഗം മാറുക? ഇതൊക്കെ ഇന്ന് ഞാനും മാധ്യമങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹം ക്യാമ്പയിൻ തുടങ്ങിയ ഘട്ടത്തിലാണ് ജപ്പാനീസ് എൻസെഫലൈറ്റിസ് മൂലം ഇത്രയധികം പേര് മരിക്കുന്നത് എന്ന്. എന്ത് ക്യാമ്പയിൻ? കഴിഞ്ഞ 20 വർഷക്കാലം ഗോരഖ്പൂർ ജില്ലയെ ആകെ പ്രതിനിധീകരിച്ച യോഗി ആദിത്യനാഥ് പറയുന്നു കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ 50,000 കുഞ്ഞുങ്ങൾ അവിടെ മരിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെയാണ് ഒരു പാർലമെന്റ് അംഗം പറയേണ്ടത്. ജപ്പാനീസ് എൻസെഫലൈറ്റിസ് അവിടെ ഒരു വിഷയമാണ് എങ്കിൽ അതിന് ചികിത്സിക്കാൻ ആവശ്യമായി ഇപ്പോ AIMS ഒന്നും മറ്റൊന്നും ഒക്കെ ആയിട്ട് ഡോക്ടർമാരെ അവിടെ എത്തിച്ചല്ലോ. ഇത്രയധികം മീഡിയ സ്ക്രൂട്ടിനി അവിടെ നടന്നപ്പോഴല്ലേ. അപ്പോൾ ആ മേഖലയിൽ അങ്ങനെ ഒരു അസുഖമുണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കാനുള്ള ആശുപത്രികൾ കൊണ്ടുവരാൻ അതിനിടയിൽ NDA സർക്കാർ തന്നെ ഭരിച്ച കാലഘട്ടത്തിൽ പോലും ഈ യോഗിത്യനാഥ് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ വീഴ്ചയായി കാണണം. അതുകൊണ്ട് 2014 യോഗി ആദിത്യനാഥിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അവതരിപ്പിച്ചേക്കില്ല BJP എന്ന് നമുക്ക് ആഗ്രഹിക്കാം. 2014 ഞാൻ പറഞ്ഞത്. 2024 ആകുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് അതിനുള്ള ഫ്യൂച്ചർ ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാൾ തന്നെയാണ് നികേഷ്. എന്തെല്ലാം വിചാരിച്ചാലും പക്ഷെ അദ്ദേഹം ഹി വിൽ ഹാവ് ടു പ്രൂവ് ഇറ്റ് ഇൻ യുപിയിൽ അദ്ദേഹത്തിന് അത് പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടതുണ്ട്. അത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ നന്നാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ്. ഇതിപ്പോ അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇത്തരം ഒരു വിവാദം ഉണ്ടായത് കാരണം അവിടെ കുട്ടികൾ മരിക്കുന്നത് ഒരു പുതിയ സംഭവമല്ല. നമ്മൾ കണ്ടില്ലേ, കണക്കുകൾ കണ്ടില്ലേ. ഈ കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് അദ്ദേഹം ഈ ആശുപത്രി സന്ദർശിച്ചതുമാണ്. അന്നൊന്നും അദ്ദേഹത്തിന്റെ അടുത്ത് ഈ മെഡിക്കൽ കോളേജിലെ തബ്രാക്കന്മാരൊന്നും ഇത്തരം കാര്യങ്ങൾ ഗൗരവം. ഇതൊക്കെ പുതിയ കഥകളാണ്. താങ്കൾ വായിക്കുന്ന വാർത്തകളൊക്കെ ഞാനും വായിച്ചിട്ടുള്ളതാണ്. ശ്രീ KVS ഹരിദാസ് 9-ാം തീയതി അവിടെ യോഗി ആദിത്യനാഥ് സന്ദർശിക്കുന്നു, അവിടുത്തെ ICU യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി. അപ്പോ BJP-ക്കാർ പറയുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റ് പറയുന്നത് ആ സമയത്ത് മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചില്ലല്ലോ എന്നാണ്. ഒരു ഡിപ്പാർട്ട്മെന്റിൽ പൈസ കൊടുക്കാൻ ബാക്കിയുണ്ടെന്ന് മുഖ്യമന്ത്രി അവിടെ സന്ദർശിക്കുമ്പോൾ പോയി പ്രിൻസിപ്പലിന് ചെവിയിൽ പറയാൻ കഴിയുമോ? അതൊക്കെ നടക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ കേരളത്തിൽ നടന്നേക്കും, അല്ലെങ്കിൽ നമ്മുടെ പോലുള്ള സംസ്ഥാനങ്ങളിൽ നടന്നേക്കും. UP-യിലാവുന്ന നടക്കുന്ന കാര്യമില്ല. ശ്രീ ടോം വടക്കൻ നോക്കൂ, ഇവിടെ അല്പം മുമ്പ് KVS ഹരിദാസ് പറയുകയായിരുന്നു 2014 2014 മോദി തന്നെയാണ്. 2024 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ തലപ്പത്തേക്ക്, അതായത് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ യോഗ്യനായിട്ടുള്ള ആളാണ് യോഗി ആദിത്യനാഥ്. ഞാൻ നേരത്തെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അപ്പോൾ താങ്കൾ ഫോണിലുണ്ടോ എന്നറിയില്ല. കശ്മീർ വിഷയം ഇതിനകം ഉന്നയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. 370-യെക്കുറിച്ച് വിവാദമായിട്ടുള്ള ചില ചർച്ചകൾ നടന്നു വരികയാണ്. 35A ഇപ്പം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. കശ്മീരിൽ അത് വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. രാമക്ഷേത്രത്തിന്മേലും സമാനമായ വിധത്തിൽ ജനപ്രിയ നടപടികളുമായിട്ടാണ് മോദി ഇനി മുന്നോട്ട് പോവുക അടുത്ത 2 വർഷം എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. അപ്പോൾ അജണ്ട മാറിയിരിക്കുന്നു, വലിയ തോതിൽ അജണ്ട മാറിയിരിക്കുന്നു. JDU-വിനെ ഇതിനകം NDAക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ ഇനി NCP പോകാൻ പോകുന്നു എന്നുള്ളതാണ്. ഈ നിലയിൽ ഇന്ത്യയിലൊരു രാഷ്ട്രീയം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഇത്തരം അപകടങ്ങളൊക്കെ തന്നെയും അതൊക്കെ സ്വാഭാവികമായി ചില അന്തഛിദ്രങ്ങളായി അല്ലെങ്കിൽ ഒരു അബറേഷനായി മാത്രം കണ്ടാൽ പോരെ. അതല്ല യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ നയിക്കുന്നവർക്ക് മുന്നോട്ട് വെക്കാനുള്ള രാഷ്ട്രീയം. നികേഷ്, ഇതിലൊരു അണ്ടർ കറന്റ് ഉണ്ട്. അത് ബേസിക്കലി RSSന് താല്പര്യമുണ്ട് യോഗി ആദിത്യനാഥിനെ 2024 അല്ല 2019 ഇറക്കാനുള്ള ഒരു സംസാരം കേൾക്കാറുണ്ട്. പക്ഷെ ഇതിപ്പോ എന്താണ് ഇതിന്റെ ആംഗിൾ എന്ന് മനസ്സിലായില്ല. പക്ഷെ ഇവിടെ കോൺസ്പിരസി തിയറി എന്നൊക്കെ പറയുമ്പോ ഇത് കുട്ടികളുടെ കാര്യത്തിൽ ഒപ്പോസിഷൻ പാർട്ടീസ് ഇതുവരെ ഇത്ര വീണിട്ടില്ല. ഇതിൽ കോൺസ്പിരസി ആംഗിൾ ഇതിൽ കൃത്യമായി അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ ആണ്. ഇപ്പൊ ഡൽഹിയിൽ മോൺസൂണിന്റെ സമയത്ത് ഡെങ്കുവിന്റെ ഒരു പ്രശ്നമുണ്ട്.
അപ്പൊ എന്താണ് ചെയ്യുന്നത്? ഇവിടെ ഫോഗിങ് ഓപ്പറേഷൻസ് നടക്കും. ഇരിക്കുന്ന ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇതൊക്കെ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഫോഗിങ് ഓപ്പറേഷൻ ചെയ്യാൻ പലതും ഉണ്ട്, വാക്സിൻസ്. അപ്പൊ ഈ തരം മരണങ്ങളെ പ്രിവെന്റ് ചെയ്യാം. പിന്നെ ഓക്സിജൻ ഇല്ല എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ, മെഡിക്കൽ കോളേജിൽ ഇവർക്ക് ഞാൻ വാക്കുകളില്ല ഉപയോഗിക്കാൻ. ശരിയാണ്. ഡോക്ടർ സന്തോഷ്, നോക്കൂ, 3 തവണ കത്തയച്ചു എന്ന് പറയുന്നു. ജൂലൈ 3-നും 19-നും ഓഗസ്റ്റ് 1-നുമൊക്കെ വീഡിയോ കോൺഫറൻസിൽ ഇഷ്യൂ ഫ്ലാഗ് ചെയ്തു എന്നും പറയുന്നു. എന്നിട്ട് ഈ പറയുന്ന രാജീവ് മിശ്ര എന്ന പ്രിൻസിപ്പൽ ഋഷികേശിലേക്ക് പോയിരിക്കുകയാണെന്നുള്ളതാണ്. ഈ ഫണ്ടിൻ്റെ ലഭ്യത കുറവുണ്ടാകും, അതിനകത്ത് ചുവപ്പ് നാടകളുണ്ടാകും, അഴിമതി ഉണ്ടാകും. പക്ഷേ ആശുപത്രിയുടെ മേലധികാരി എന്ന് പറയുന്നത് വ്യക്തിജീവിതം പോലും ഉപേക്ഷിക്കേണ്ടവരാണ് എന്ന് വേണം നമുക്ക് ഇത്തരം ആശുപത്രികളിൽ നിന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ എങ്കിൽ മാത്രമേ അതിനകത്ത്. പിന്നെ മാത്രമല്ല, ഇതിനെയൊക്കെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് ഈ രാഷ്ട്രീയക്കാരായിട്ടുള്ള മന്ത്രിമാരാണ്. അവർക്കൊക്കെ ഇതേക്കുറിച്ചുള്ള വിവരം എന്തായിരിക്കും? പ്രത്യേകിച്ച് ഉത്തർപ്രദേശ്, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇവർ ഡോക്ടറാണ് അല്ലേ, എത്രയും കാലത്തെ അഡ്മിനിസ്ട്രേഷൻ പാരമ്പര്യത്തിൽ നിന്ന് വന്ന ഡോക്ടർമാർ എന്ന് പറയുമ്പോൾ അവർക്കൊരു ഉത്തരവാദിത്വമില്ലേ? ഇയാൾ 10-ാം തീയതി ഋഷികേശിലായിരുന്നു. അവിടെ നിന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഫോണിൽ നിർദ്ദേശം കൊടുത്തിരുന്നു എന്നൊക്കെ പറയുന്നു എന്നല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നിർദ്ദേശങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ പ്രസൻ്റ് ആയിരിക്കണം, ഒരു പ്രതിസന്ധി ഉള്ള സമയത്ത് അവിടെ പ്രസൻ്റ് ആയിരിക്കണം എന്നുപോലും തോന്നാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് രാജീവ് മിശ്ര എന്ന് പറയുമ്പോൾ അയാളെ നമുക്ക് പ്രാഥമികമായി തന്നെ തള്ളിപ്പറയാൻ കഴിയില്ലേ? ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒരു വിഷയമുണ്ട്. കുട്ടികൾ മരിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതലുള്ളത് നിയോനാറ്റൽ ICUവിലാണെന്നാണ് നമ്മൾ കാണുന്നത്. നിയോനാറ്റൽ ICUവിലും നേരത്തെ നമ്മുടെ നാരായണൻ ഡോക്ടർ പറഞ്ഞതുപോലെ എൻസെഫലൈറ്റിസ് പേഷ്യൻസ് 1 വയസ്സിന് മുകളിലാണ്. അപ്പോൾ നിയോനാറ്റൽ പേഷ്യൻസ് ഏറ്റവും കൂടുതലുള്ളത് ഈ പറയുന്ന നിയോനാറ്റൽ ICUവിലാണ്. ഈ നിയോനാറ്റൽ ICUവിൽ മരണം നടക്കുന്നത് വളരെ കൃത്യമാണ്. അത് ഓക്സിജന്റെ കുറവ് കൊണ്ട് തന്നെ ആയിരിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. മാത്രമല്ല, ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏകദേശം 4 മണിക്കൂറിന് തന്നെ ഓക്സിജൻ ഇല്ലായിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ ഓക്സിജന്റെ അളവ് ലിക്വിഡ് ഓക്സിജൻ ടാങ്കിൽ വളരെ കുറവായിരുന്നു. ഇതെല്ലാം തന്നെ തീർച്ചയായിട്ടും വിരൽ ചൂണ്ടുന്നത് ഇങ്ങനെ ഒരു ഓക്സിജന്റെ സപ്ലൈ അവിടെ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർമാർ ആംബു ബാഗ് ഉപയോഗിച്ചിട്ട് കുട്ടികളെ റീസസിറ്റ് ചെയ്യാൻ നോക്കി, അത് ഫെയിൽ ചെയ്തു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് തന്നെ ഓക്സിജന്റെ അഭാവം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിനകത്ത് ഇന്ന് അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിനപ്പുറത്തേക്ക് നിൽക്കുന്നത് കാലാകാലങ്ങളിലായിട്ട് ഈ സർക്കാരുകൾ, പ്രത്യേകിച്ച് ഈ BJP സർക്കാരൊക്കെ പുതിയ വന്ന ശേഷം ആരോഗ്യ മേഖലയിൽ ചിലവാക്കിയിരിക്കുന്ന പണത്തിന്റെ അളവ് വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നമായി. കൃത്യമായ സമയത്തും ഈ പറഞ്ഞ അളവിലും ഒക്കെ പണം അവിടെ എത്തിയില്ലെങ്കിൽ ഈ ആരോഗ്യ മേഖല ഈ പറഞ്ഞ വളരെ ഫ്രജൈലാണ്. ഇതുപോലെയുള്ള ആശുപത്രികളുടെ നടത്തിപ്പ് വളരെ ബുദ്ധിമുട്ടാവും. അതിന് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററെയോ ഈ പറയുന്ന പ്രിൻസിപ്പളിനെയോ ഒക്കെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറയുന്ന ചുവപ്പ് നാടകൾ, അഴിമതി കഥകൾ തീർച്ചയായും ഉണ്ടാവാം. എന്നിരുന്നാലും തന്നെയും ഒരു ഈ ഓക്സിജന്റെ സപ്ലൈ, വൈറ്റൽ സപ്ലൈസിന് നോക്കുമ്പോൾ അവശ്യ മരുന്നുകൾ, ഓക്സിജൻ തുടങ്ങിയ കാര്യങ്ങൾക്കകത്ത് ആശുപത്രിക്കകത്ത് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിന് മുകളിലുള്ള അധികാരികൾ തീർച്ചയായും റെസ്പോൺസിബിൾ ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഷിമ ടീച്ചർ ഒരു മികച്ച ആരോഗ്യമന്ത്രിയായി പേര് കേട്ടിട്ടുള്ളയാളാണ്. പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികളെ പരിപാലിക്കുന്നതിൽ അതീവ ശ്രദ്ധ പാലിച്ചിരുന്ന ഒരാളാണ്. നോക്കൂ, ഈ ഉത്തർപ്രദേശ്, ബീഹാറിൻ്റെയൊക്കെ ഒരു അവസ്ഥ പരിശോധിക്കുമ്പോൾ അവിടെ ഭൂരിപക്ഷം ആളുകൾ, അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം ആളുകളും ചെല്ലുക സർക്കാർ ആശുപത്രികളിലായിരിക്കും. കാരണം അവിടെ പാവപ്പെട്ടവരാണ് കൂടുതൽ. സമൂഹത്തിൻ്റെ ഏറ്റവും പിന്നാമ്പുറത്ത് ഗുണ്ടാ സ്വഭാവമുള്ളവരാണ് അവിടെയൊക്കെ രാഷ്ട്രീയത്തിൽ വരുന്നത്. അവരൊക്കെയാണ് മന്ത്രിമാരാകുന്നത്. സ്വാഭാവികമായിട്ടും അവരൊക്കെ മന്ത്രിമാരാകുമ്പോൾ ഈ പറയുന്ന അഴിമതി വരുന്നു. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിൽ അലംഭാവം കാണിക്കുന്നു. അങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. ഇതൊക്കെ ഉണ്ടായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ എന്ന് തോന്നുന്ന വിധത്തിലല്ലേ അവിടുത്തെ ഒരു ജനാധിപത്യത്തിൻ്റെ ക്രമം തന്നെ, അല്ലെങ്കിൽ ആശുപത്രി അഡ്മിനിസ്ട്രേഷൻ്റെതൊക്കെ ക്രമം തന്നെ. ഇങ്ങനെ എത്രയെത്ര ആശുപത്രികളിൽ കുറഞ്ഞ തോതിൽ ആളുകൾ മരിക്കുന്നുണ്ടാവും. ഒരു ഓക്സിജൻ്റെ പ്രശ്നമാണെങ്കിൽ മറ്റത് വേറെ എന്തെങ്കിലുമൊക്കെ മെഡിക്കൽ നെഗ്ലിജൻസ് ആയിരിക്കും, വേറെ എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ കെയർ കിട്ടാത്തതായിരിക്കും. ഈ രാജ്യത്ത് ആകെ എടുത്തു നോക്കുക, ഇത്തരം സംസ്ഥാനങ്ങളെ പ്രധാനമായി എടുത്തു നോക്കുക, പ്രത്യേകിച്ച് കൃത്യമായ അഡ്മിനിസ്ട്രേഷൻ നടക്കാത്ത മേഖലകളെ നോക്കുക. അവിടെയെല്ലാം തന്നെയും മരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആരുത്തരം പറയും?
അതൊരു വലിയ പ്രശ്നമല്ലേ? ഇന്ത്യ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാനാകില്ലേ? തീർച്ചയായും നികേഷ്, എനിക്ക് വളരെ വിഷമം തോന്നുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീ ഹരിദാസ് അവിടുത്തെ മുഖ്യമന്ത്രിയെ യോഗി ആദിത്യനാഥിനെ ന്യായീകരിച്ചുകൊണ്ട് പറയുമ്പോ അവിടെ എപ്പോഴും കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട്, അവിടെ 50,000 മരിക്കുന്നുണ്ട്, അവിടെ എപ്പോഴും ധാരാളം ഈ സീസണിൽ മരിക്കുന്നുണ്ട് എന്ന് കേരളത്തിലെ ഒരു മലയാളിക്ക് എങ്ങനെയാണ് ഈ രൂപത്തിൽ ഒരു പറയാൻ സാധിക്കുന്നത്? ഒരിക്കലും അദ്ദേഹം അങ്ങനെ ന്യായീകരിക്കാൻ പാടില്ല. യോഗി ആദിത്യനാഥ് 24-ലോ എപ്പോഴോ ഇനി പ്രധാനമന്ത്രി ആയിക്കോട്ടെ, അത് നരേന്ദ്രമോദി കേൾക്കണ്ട, അത് വേറൊരു കാര്യം. ഇവിടെ യഥാർത്ഥത്തിൽ ഇന്ത്യക്കകത്ത് സർക്കാർ ആശുപത്രികളിൽ എല്ലാവർക്കും സൗജന്യ ചികിത്സ കൊടുക്കാനുള്ള പണമുണ്ട്. ആ പണം ഉപയോഗിക്കാൻ കൃത്യമായിട്ട് അതിന് നല്ല രീതിയിൽ ഭരണക്കാരാണെങ്കിൽ അത് ചെയ്യാൻ സാധിക്കും. പക്ഷെ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? കുഞ്ഞുങ്ങൾ ഈയാമ്പാറ്റകളാണോ? അവിടെ ഈച്ചകളെ പോലെ ഈയാമ്പാറ്റകളെ പോലെ മരിച്ചു വീഴുന്നു. അതിൽ വലിയൊരു കാര്യമില്ല. 50,000 കുഞ്ഞുങ്ങൾ എപ്പോഴും ഈ കാലഘട്ടത്തിനിടയിൽ മരിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒരു മുഖ്യമന്ത്രി പറയുമ്പോൾ ധാർമ്മികമായി ആ സ്ഥാനത്തിരിക്കാൻ എന്ത് യോഗ്യതയാണ് അദ്ദേഹത്തിനുള്ളത്? കുഞ്ഞുങ്ങൾ നമ്മുടെ ഈ രാജ്യത്തിന്റെ സമ്പത്തല്ലേ? ഇങ്ങനെയുള്ള ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഈ ക്രൂരത ഇത്തരത്തിൽ ക്രൂരമായി എങ്ങനെയാണ് സംസാരിക്കാൻ സാധിക്കുന്നത്? അതിന് മറുപടി പറയാമോ? അല്ല നികേഷേ, ശ്രീമതി ടീച്ചർ അനുഭവ സമ്പത്തുള്ള ആളാണ്, മന്ത്രിയായിരുന്ന ആളാണ്. ടീച്ചറെ, നമ്മുടെ കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ നിലവാരം എന്താ ടീച്ചറെ? നമ്മുടെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടായിരുന്ന, ഇപ്പൊ കുറെ ഭേദമാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു ടീച്ചറെ? നമ്മുടെ ജനറൽ ആശുപത്രികളിൽ, ജില്ലാ ആശുപത്രികളിൽ ചെന്നാൽ എന്താണ് അവസ്ഥ? കിടക്കാൻ നിവൃത്തിയില്ല, വെള്ളമില്ല, വെളിച്ചമില്ലാത്ത അവസ്ഥ, മരുന്നില്ലാത്ത അവസ്ഥ കേരളത്തിൽ പോലും ഇല്ലേ? അതിന്റെയൊക്കെ 10 മടങ്ങ് UP-യിൽ ഉണ്ടാവും. ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ കേരളത്തിൽ പോലും ഡെങ്കി വന്ന സമയത്ത്, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, സൂചിപ്പിച്ചു എന്ന് മാത്രം, ഡെങ്കി വന്ന സമയത്ത് ഈ കഴിഞ്ഞ മാസങ്ങളിൽ എത്ര പേരെ കേരളത്തിൽ മരിച്ചേ? കണക്കൊന്നും ഞാൻ അവതരിപ്പിക്കുന്നില്ല. അപ്പൊ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും. പക്ഷെ ഇത് അറിഞ്ഞ് പെരുമാറേണ്ടത് തന്നെയാണ്. ടീച്ചർ താങ്കൾ പറഞ്ഞതിൽ വാസ്തവമുണ്ട്. ഈ ചർച്ചയിൽ എനിക്ക് തോന്നുന്നു അതുകൂടി കൊണ്ടുവരേണ്ടത് തന്നെയാണ്. ഡെങ്കി മൂലം ഇത്തവണ ഉണ്ടായിട്ടുള്ള മരണം പഠന വിഷയമാക്കേണ്ടതാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചിക്കുൻ ഗുനിയ കൊണ്ടുണ്ടാകുന്ന ദുരന്തം നമ്മൾ പഠന വിഷയമാക്കേണ്ടതാണ്. ഈ വരുന്ന പനി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു ഘട്ടത്തിൽ ഇത്രയും പേർക്ക് ഒന്നിച്ചു വരുന്നത് എന്നുള്ളത് നമ്മൾ പഠന വിഷയമാക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഉത്തർപ്രദേശിൽ വലിയൊരു വിഷയം വരുന്നു, അപ്പോൾ കുറേ പേര് മരിക്കുന്നു, അതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. പക്ഷെ നമ്മുടെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാതെ പോവുകയാണ് എന്ന് തോന്നൽ ശിവ ടീച്ചർ ഇവിടെ KVS ഹരിദാസ് ഉന്നയിക്കുന്നു. അത് ശരിയാണ് എന്ന വിലയിരുത്തൽ അല്ലേ അതിൻ്റെ ഒരു നീതിമാർഗം? നമ്മുടെ കേരളത്തിലായാൽ പോലും ഇപ്പൊ ഏറ്റവും അവസാനം ഒരു വ്യക്തിയുടെ ജീവന് പോലും നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം എത്ര വലുതാണ് എന്ന് ലോകം ശ്രദ്ധിച്ചു. നമ്മുടെ മുഖ്യമന്ത്രി നമുക്ക് സംഭവിച്ചിട്ടുള്ള ആ വീഴ്ച ഒരു ജീവൻ പൊലിഞ്ഞപ്പോ കേരള മുഖ്യമന്ത്രി അതൊരു മാധ്യമ ശ്രദ്ധയുടെ ഭാഗമായിട്ടാണ്. ഇതല്ല, ഇത് ഡെങ്കി മൂലം നമ്മുടെ ചുറ്റും മരിക്കുന്ന. ശരിയാണ്. ഈ ഒരു പനി വരുന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പഠനം നടത്തണമെന്നും ഈ ഡെങ്കിയിൽ നിന്നും ചിക്കൻ ഗുനിയയിൽ നിന്നും ഇതുപോലുള്ള കൊതുക് മൂലം വരുന്ന മാരകമായ രോഗത്തിൽ നിന്നും രക്ഷ നേടാൻ തീർച്ചയായിട്ടും ഒരു ഗവേഷണവും പഠനവും അതിന് പരിഹാരവും ഉണ്ടാവേണ്ടത്. നമ്മൾ പറയുന്നു ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, നോക്കൂ, നമ്മൾ പറയുന്നു ജാപ്പനീസ് എൻസെഫലൈറ്റിസ് വരുന്നു, അവിടെ കഴിഞ്ഞ 10-20 വർഷമായി 50,000 കുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്ന്. എന്തുകൊണ്ട് അവിടെ ആ രോഗത്തിന് ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രത്യേക മെഡിക്കൽ സെൻറ്റർ ഉണ്ടാകുന്നില്ല? അതിന് മാത്രമായിട്ടുള്ള പഠനം ഗവേഷണവും നടക്കുന്നില്ല എന്ന്. സമാനമായ വിധത്തിൽ തന്നെയാണ് നമ്മൾ ഡെങ്കിയെക്കുറിച്ച് പഠിക്കേണ്ടത്, ചിക്കുൻ ഗുനിയെക്കുറിച്ച് പഠിക്കേണ്ടത്, ഈ പറയുന്ന വ്യാപകമായി വരുന്ന പനിയെക്കുറിച്ച് പഠിക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുന്നിൽ മാതൃകകളാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജനാധിപത്യം പ്രാവർത്തികമാകുന്നുണ്ടോ എന്ന് സംശയിക്കാൻ തോന്നുന്ന ചില മേഖലകളാണിത്. പ്രത്യേകിച്ച് ആരോഗ്യരംഗം,
ഈ രാഷ്ട്രീയക്കാരാണ് ഇതിൻ്റെ തലപ്പത്ത്. ഈ രാഷ്ട്രീയക്കാർക്കാണെങ്കിൽ ഇതേക്കുറിച്ച് ഒരു ധാരണയുമില്ല. അവർ എൻ്റെ കയ്യിലേക്ക് എത്ര പണം എത്തും എന്നുള്ള ഒരൊറ്റ വിചാരം മാത്രമേ ഉള്ളൂ. അവിടെയാണ് ഇവിടെ ഒരു ദിവസം 30ഉം 29ഉം കുഞ്ഞുങ്ങൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ആ അറിവില്ലായ്മ, ഈ പണത്തിനോടുള്ള അത്യാർത്തി നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് നമ്മളിൽ നിന്ന് വേർപെടുത്തി കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഒരു വിഷയമായി ഇരിക്കുന്നു എന്നുള്ളത്. ശ്രീമതി ടീച്ചർ, നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പഠിക്കുക, മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക, അതിന് കണ്ണു തുറന്നിരിക്കുക, നമ്മുടെ ചുറ്റുപാടും വീക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു. ശ്രീ KVS പറഞ്ഞതുപോലെ വളരെ വളരെ പ്രധാനമാണത്. ആരോഗ്യ മേഖല സമ്പുഷ്ടമാകുന്ന, അതായത് ഒരു ജീവൻ പോലും പൊലിയാതെ രോഗം വന്നാൽ ഏറ്റവും ഫലപ്രദമായ ചികിത്സ ലഭ്യമാക്കുക എന്നത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതിൽ എന്റെ അഭിപ്രായം അന്നും ഇന്നും സർക്കാർ ആശുപത്രികളിൽ വരുന്നവർക്ക് സൗജന്യമായിട്ടുള്ള ചികിത്സ കൊടുക്കണം എന്നുള്ളതാണ്. അത് പ്രായമായാലും കുട്ടികളായാലും എല്ലാവർക്കും കൊടുക്കണം. അത് നല്ല ചികിത്സ ലഭിക്കണം. അതിനാണ് ഈ ആരോഗ്യ വകുപ്പിനെ ഉപയോഗപ്പെടുത്തി ഈ കാശുണ്ടാക്കാൻ നടത്തുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അത് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത്, UDF ഗവൺമെന്റ് കാലത്ത് നമ്മൾ കണ്ടതാണ്. ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. ഇപ്പൊ UP-യിൽ എത്ര കോടി, കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് എത്ര കോടി രൂപയാണ് ആരോഗ്യ മേഖലയിൽ നിന്ന്, എത്ര ഡോക്ടർമാരെയാണ് അവിടെ വെടിവെച്ച് കൊന്നത്, എത്ര DMO-മാരാണ് അവിടെ വെടിവെച്ച് കൊല ചെയ്യപ്പെട്ടത്, നിങ്ങൾ ഓർക്കുന്നില്ലേ? NRSമിലൂടെ കോടികൾ നടത്തിയ അഴിമതിയെ സംബന്ധിച്ച് ഇപ്പോഴും അത് തന്നെയാണ് ഉയർന്നു വരാൻ പോകുന്നത്. ഇതിനൊരു പരിഹാരമില്ലെങ്കിൽ ഇതുപോലെ എത്രയോ കുഞ്ഞുങ്ങള് ശരി. അതിന് ശ്രീ KVS നമ്മൾ കുറച്ചുകൂടി വിശദമായ ചർച്ച നടത്തേണ്ടത് ഈ മേഖലകളാണ്. യഥാർത്ഥത്തിൽ നമുക്ക് ഈ പറയുന്ന വ്യവസ്ഥിതിയെക്കുറിച്ച് പോലും ഒരുപക്ഷെ സംശയം തോന്നുകയോ ആശങ്ക തോന്നുകയോ ചെയ്യുന്ന ഒരു കാര്യം നികേഷേ, എനിക്കൊരു ഇടവേള എടുക്കേണ്ടതുണ്ട്. ഇതിനോടൊപ്പം ചേർക്കേണ്ട ഒരു കാര്യം കൂടി ഒരേ ഒരു മിനിറ്റ് പറഞ്ഞോളൂ. ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ നികേഷ്. ഞാൻ പറഞ്ഞത്, ഈ പ്രശ്നത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു കേന്ദ്ര ഗവൺമെന്റിന് വ്യക്തമായ ധാരണയുണ്ട്. ഇപ്പം ഈ സ്വച്ഛ ഭാരത് അഭിയാൻ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി തുടങ്ങിയ ഒരു വലിയ പദ്ധതിയുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യം നൽകിയിരുന്നത് നമ്മൾ ഓർക്കുക, ഈ കക്കൂസ് നിർമ്മാണത്തിനാണ്. കക്കൂസ് എല്ലാ വീടുകളിലും വേണം, എല്ലാ നാട്ടിലും വേണം. ഒരു വലിയ പദ്ധതിയാണ്. നമ്മൾ അന്ന് കേരളത്തിലും ഇത് ആലോചിച്ചതാണ്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ? ഈ ഡെങ്കി മാത്രമല്ല, ഇപ്പൊ കോഴിക്കോട്ട് കോളറ വന്നിരിക്കണു. കാരണം ഈ മലേറിയയും കോളയൊക്കെ നമ്മൾ നാട് കടത്തി എന്ന് പറഞ്ഞ് അഭിമാനിച്ചിരുന്ന നാടാണ് കേരളം. KVS, മജിസ്റ്റീരിയൽ അന്വേഷണം, ഉന്നതതല അന്വേഷണം, പ്രധാനമന്ത്രി വേദന രേഖപ്പെടുത്തുക, ഞാനാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നയാൾ എന്ന് വരുത്തി തീർക്കുക മുഖ്യമന്ത്രി ആദിത്യനാഥ്. അതിനപ്പുറത്തേക്ക് ഈ വിഷയം ഇനിയൊരിക്കൽ കൂടി ഉണ്ടാകാതിരിക്കുക എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് ആശുപത്രിയുടെ കാര്യത്തിൽ സൂപ്പർ സ്പെഷ്യാലിറ്റിയും അതിനേക്കാൾ ഉയർന്ന തരത്തിലുള്ള ഗവേഷണങ്ങളും ഒക്കെയുള്ള നിലയിലേക്ക് എന്നുയരും നമ്മുടെ രാജ്യം, ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനം? നികേഷ്, ഇത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ് നികേഷ് ഉന്നയിച്ചത്. എനിക്ക് തോന്നുന്നു ഈ സംഭവം ഒരു ഐ ഓപ്പണറാണ്. അത് UP മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, അല്ലെങ്കിൽ UPക്ക് മാത്രമല്ല, ദ ഹോൾ ഇന്ത്യക്ക് അത് ഒരു ഐ ഓപ്പണർ ആവേണ്ടതാണ്. കാരണം ഇതിനി ഇങ്ങനെ പോകാം. നമ്മുടെ ആരോഗ്യ മേഖലയിൽ നമ്മൾ കണ്ണും കാതും തുറന്ന് വച്ച് ഇരിക്കേണ്ട സ്ഥിതിയാണ് വരുന്നത്. ഡോക്ടർ സന്തോഷ് കുമാർ, നോക്കൂ, ജാപ്പനീസ് എൻസെഫലൈറ്റിസ് കിഴക്കൻ ഉത്തർപ്രദേശിലെ ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട രോഗമാണ് എങ്കിൽ കേരളത്തിലും സമാനമായ വിഷയങ്ങളില്ലേ? അപ്പം ആലപ്പുഴ എന്ന് പറയുന്ന പ്രദേശത്ത്, പ്രത്യേകിച്ച് ആലപ്പുഴയിലെ കായൽ നിരന്തരമായി അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന വലിയ പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ, കേരളത്തിന് അങ്ങോളം ഇങ്ങോളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഡെങ്കു ആയിക്കൊള്ളട്ടെ, ചിക്കുൻ ഗുനിയ ആയിക്കൊള്ളട്ടെ, പുതിയ തരം പനികളായിക്കൊള്ളട്ടെ, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ടോ? മുന്നോട്ട് എങ്ങനെയാണ് ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ പോകുന്നതെന്നുണ്ടോ? ഒരു പനിക്കാലം വരുന്നു, ആ പനിക്കാലം എങ്ങനെയെങ്കിലും കുറേ പ്രസ്താവനകൾ കൊണ്ട് നമ്മൾ മൂടുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത വർഷം വരുമ്പോൾ ആ പനിക്കാലം അപ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഷോർട്ട് ടേം നടപടികളുമായി പോകുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മുടെ ഈ സംസ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾ, നമ്മുടെ ഈ സംസ്ഥാനത്തെ നമ്മൾ ഏതൊക്കെ തരത്തിൽ ക്രമപ്പെടുത്തുന്നോ അതിനനുസരിച്ചുണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്നെ സംബന്ധിച്ചൊക്കെ പഠനമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഉദാഹരണത്തിന് ഈ ജാപ്പനീസ് ബി എൻസെഫലൈറ്റിസ്
ഏകദേശം 5 വർഷം മുമ്പ് ആലപ്പുഴ ഭാഗത്ത് വളരെയധികം ഉണ്ടായിരുന്ന ഒരു അസുഖമാണ്. ക്യൂലെക്സ് കൊതുകാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ആ ഒരു പ്രാവശ്യം ഈ ക്യൂലെക്സ് ഈ ജാപ്പനീസ് എൻസെഫലൈറ്റിസിന്റെ എപ്പിഡമിക് 2 പ്രാവശ്യം വരികയും അതിനോട് അനുബന്ധിച്ച് നടന്ന നിരവധി പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ കായലും അവിടുത്തെ എല്ലാ കായൽ പ്രദേശങ്ങളെല്ലാം വൃത്തിയാക്കുകയും ശുചീകരണ പ്രവർത്തനം നടത്തുകയും അവിടുത്തെ ഈ പറഞ്ഞ ആരോഗ്യ വിഭാഗവും അതുപോലെ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് നിരവധി അതുപോലെ പഞ്ചായത്തുകൾ ഇവരെല്ലാം ചേർന്നിട്ട് നടത്തിയ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ അവിടെ ജാപ്പനീസ് ബി എൻസെഫലൈറ്റിസിൽ ഈ പ്രാവശ്യം നോക്കുമ്പോൾ ആലപ്പുഴ കഴിഞ്ഞ ഒരു 5-6 വർഷം തന്നെ എടുത്തു നോക്കുമ്പോൾ അവിടെ ഇപ്പോൾ ഈ പറഞ്ഞ ജാപ്പനീസ് ബി എൻസെഫലൈറ്റിസോ ഡെങ്കുവോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചിക്കൻ ഗുനിയ അസുഖമോ തീരെ കുറഞ്ഞ നിലവാരത്തിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഈ തിരുവനന്തപുരം ഭാഗത്തുള്ള പ്രശ്നം നമുക്കറിയാം. ഇവിടെ ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിനകത്ത് കുറച്ചേറെ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ അളവിലുള്ള ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എതിർപ്പ് പല ഭാഗത്തുനിന്നും പലപ്പോഴും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അടക്കം ഉണ്ടാകുന്നത് കൊണ്ട് മാലിന്യ നിർമ്മാർജ്ജനം വലിയൊരു കീറാമുട്ടിയായി നിൽക്കുന്ന പ്രദേശമാണ് തിരുവനന്തപുരം. പലപ്പോഴും ആ ഒരു വലിയ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇപ്പോൾ ഈ ഡെങ്കു പനി ഏറ്റവും കൂടുതൽ ബാധിച്ചുള്ളത് തിരുവനന്തപുരം ഭാഗത്തെയാണ്. അപ്പോൾ അത്രയും വിശദാംശങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്നറിയില്ല, സമയക്കുറവുള്ളത് കൊണ്ട്. ഡോക്ടർ സന്തോഷ്, ഞാൻ ചോദിക്കുന്നത് ഓരോ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്ക് ഫണ്ട് ലഭിക്കുന്നുണ്ട്, നമുക്ക് അതേക്കുറിച്ച് പഠിക്കാൻ കഴിയുന്നുണ്ട്, അതിനി വരാൻ കഴിയാത്ത വിധത്തിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 2 ദശകങ്ങളായി ഏതാണ്ട് 50,000 പേർ മരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം എങ്ങനെ ഉണ്ടാകും? 1978 മുതൽ അവിടെ ഈ അസുഖമുണ്ട് എന്നും അങ്ങനെ ഓരോ വർഷവും നേരത്തെ പറഞ്ഞ 300-400 കുട്ടികൾ മരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് അവിടെ ആ നിലയിൽ ഈ രോഗം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ആ നിലയിൽ ഫണ്ട് അവിടെ ലഭിക്കുന്നില്ല? അവിടെ നമ്മൾ കാലാകാലങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യ മൊത്തമായി തന്നെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആരോഗ്യ മേഖലയിൽ നമ്മൾ മുതൽ മുടക്കുന്ന പണം ഓരോ വർഷം കഴിയുന്തോറും കുറഞ്ഞു വരികയാണ്. ഇടക്കാലത്ത് UPA ഗവൺമെന്റ് ഉണ്ടായിരുന്നപ്പോൾ കുറച്ചൊന്ന് കൂട്ടിയതിനപ്പുറത്തേക്ക് ഇപ്പോൾ BJP ഗവൺമെന്റ് വന്നപ്പോൾ വീണ്ടും ഏകദേശം 1.4% വീണ്ടും ടീച്ചറുടെ കാലത്തൊക്കെ നല്ല ഫണ്ട് കിട്ടിയിരുന്നു. അതായത് UPA ഗവൺമെന്റിന്റെ കാലത്ത് അത്യാവശ്യം ഫണ്ട് കിട്ടിയിരുന്നു സർക്കാർ ആശുപത്രികളൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടി. തീർച്ചയായിട്ടും നികേഷ്, അന്ന് എനിക്ക് ആദ്യം ചിക്കൻ ഗുനിയ കൊണ്ട് വളരെയധികം വിഷമിക്കേണ്ടി വന്നു. ഒരാശുപത്രി പോലും കയറാൻ പറ്റുന്ന ഒരു ആശുപത്രി ആയിരുന്നില്ല. പക്ഷെ കേരളത്തിലെ PHC മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ കയറിപ്പോകാൻ പറ്റുന്ന ഒരു പരിമിതമാണെങ്കിൽ പോലും കയറിപ്പോകാൻ അത് നികേഷിന് തന്നെ നല്ല ബോധ്യമാണ്. എറണാകുളത്തെ ജനറൽ ഹോസ്പിറ്റൽ എങ്ങനെയായിരുന്നു എന്നും പിന്നെ എങ്ങനെ NABH അക്രഡിറ്റേഷൻ കിട്ടി എന്നുള്ളതും നികേഷിന് തന്നെ നന്നായിട്ട് അറിയാം. അതുപോലെ നമ്മുടെ കേരളത്തിലെ ആശുപത്രികളെ കൊണ്ടുവരാൻ അന്നത്തെ LDF ഗവൺമെന്റിന് സാധിച്ചു എന്ന് മാത്രമല്ല, ഈ ജപ്പാനീസ് ഈ ജെയ് രോഗം എന്ന് പറയുന്നത്, ജപ്പാനീസ് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ചെറിയ ലക്ഷണം കണ്ടപ്പോൾ തന്നെ അതിൽ ശക്തമായിട്ട് ഇടപെട്ടു എന്ന് മാത്രമല്ല, നമ്മൾ ആ പ്രദേശത്ത് വാക്സിൻ കൊടുക്കേണ്ടടുത്ത് വാക്സിൻ. ശരി, സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അത്രയും വിശദാംശങ്ങളിൽ വിട്ട് എറണാകുളം ജില്ലാ ആശുപത്രി ഒരു മാതൃക തന്നെയാണ് അക്കാര്യത്തിൽ. ഡോക്ടർ ജുനൈദിനെ പോലുള്ളവർ ആ കാര്യത്തിൽ വഹിച്ചിട്ടുള്ള പങ്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇതൊരു ദുരന്തം മാത്രമല്ല, ഒരു നാണക്കേട് മാത്രമല്ല, നമ്മളെല്ലാം പ്രകോപിതമാക്കുന്ന വിധത്തിലുള്ള ഒരു അനാസ്ഥ, അഴിമതി, ചുവപ്പ് നാട എല്ലാം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നത്. ഇതൊരു മഹാദുരന്തമാണ്. ഈ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മുടെ രാഷ്ട്രീയക്കാർ ശ്രമിക്കണം, നമ്മുടെ ഭരണകർത്താക്കൾ ശ്രമിക്കണം. അതാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. 2012 മുതൽ 3000 പേരാണ് ജാപ്പനീസ് എൻസെഫലൈറ്റിസ് വന്ന് അവിടെ മരിച്ചത്. 2 ദശകങ്ങളായി ഏതാണ്ട് 50,000 കുഞ്ഞുങ്ങൾ മരിച്ചു എന്നാണ് പറയുന്നത്. അത്രയും വലിയ ദുരന്തം നമ്മുടെ നാട്ടിൽ, നമ്മുടെ കൺമുന്നിൽ നടക്കുന്നു എന്നുള്ളത് വേദനാജനകമായിട്ടുള്ള കാര്യം. വളരെ നന്ദി ഈ വിഷയത്തിൽ സംസാരിച്ച ഡോക്ടർ സന്തോഷ് കുമാർ, KVS ഹരിദാസ്, ടോം വടക്കൻ, ശ്രീമതി ടീച്ചർ, ഡോക്ടർ നാരായണൻ. ന്യൂസ് നൈറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.